തികഞ്ഞും ബുദ്ധിമുട്ടിച്ച് പാസ്റ്റർ ഏത് പാസ്റ്റർ എനിക്ക് അങ്ങനെ ഒരു പാസ്റ്ററിനെ ഞാൻ വിവാഹം കഴിച്ചിട്ട് എനിക്ക് അറിയില്ല. പിന്നെ പഴയ കാര്യങ്ങൾ ഞാനും സുധിച്ചേട്ടനും ഒന്നായ സമയത്ത് എൻ്റെ ലൈഫിലും പഴയ കാര്യങ്ങളുണ്ട്, സുധിച്ചേട്ടൻ്റെ ലൈഫിലുണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ കുത്തിപ്പൊക്കി ഇങ്ങനെ കമന്റും ഒക്കെ വരാൻ ഇത്രയും നാളും ഒരു വിഷയം ഇല്ലാതിരിക്കുവായിരുന്നു, മനസ്സിലായോ? ഒരു പ്രശ്നം എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടുമില്ല, ഇതിനെപ്പറ്റി ആരും ചോദിച്ചിട്ടില്ല. എൻ്റെ ഭർത്താവിനുള്ള സ്നേഹം കൊണ്ട് ആ ഭർത്താവ് പറഞ്ഞ് ഞാൻ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു. ഇത്രയും നാളും ആരും ചോദിച്ചിട്ടില്ല. അച്ഛൻ്റെ കുറെ ന്യൂസ് എല്ലാവരും ഇപ്പൊ കേട്ട് കാണും. എനിക്കറിയാനുള്ളത് എനിക്കറിയാം എൻ്റെ അച്ഛന്, പിന്നെ അച്ഛനെ അറിയാവുന്നവർക്കും അറിയാം അച്ഛനെ. അത്രേ ഉള്ളൂ. എനിക്കിപ്പം ആ ഒരു ഇന്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കി ഒരു സംഭവമാക്കണമെന്ന് എനിക്കില്ല. കണ്ണുനീരില്ലെന്ന് എനിക്കെന്തിനാണ് എന്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധിപ്പിക്കുന്നത്? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, എനിക്ക് അവരുടെ സ്നേഹം മാത്രം മതി. കേട്ടല്ലോ? നിങ്ങളുടെ ഈ നെഗറ്റീവ് കമന്റ്സോ നിങ്ങളുടെ ഈ നെഗറ്റീവ് റിയാക്ഷൻസ് വീഡിയോ ഒന്നും കണ്ട് തളരുന്നവളല്ല രേണുസുധി, മനസ്സിലായോ? എനിക്ക് സങ്കടമില്ല സുധിച്ചേട്ടൻ മരിച്ചത്, എന്ത് സങ്കടമില്ലെന്ന്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. രേണുസുധിയെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ നെഗറ്റീവിലൂടെ ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഇപ്പൊ രേണുസുധിയെ അറിയുന്നത്. എന്നാൽ ഈ രേണുസുധിയെ ആ കൊച്ചിന്റെ പാട്ടിന് വിട്ടാ പോരെ, ആ കൊച്ച് ഏതെങ്കിലും വഴി കൂടെ അങ്ങ് ജീവിച്ചു പോകട്ടെ എന്ന് ചിന്തിക്കാനായിട്ട് ഇവിടെ ഉള്ളവർക്ക് സാധിക്കുന്നില്ല. ആ സാധിക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടി കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് ഈ പെൺകുട്ടിയെ ആ പെൺകുട്ടിയുടെ പാട്ടിന് വിടും, അത് ജീവിക്കട്ടെ. അതിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പലരും വന്ന് ഈ പെൺകുട്ടിക്കെതിരെ പല അലിഗേഷനും പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിപ്പുണ്ട്. അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കഴിഞ്ഞ ദിവസമാണ് കൊലംസുധിയുടെ രണ്ടാമത്തെ ഭാര്യ ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ എന്ന് പറയുന്ന ഒരു സ്ത്രീ രംഗത്തെത്തുകയും ആ സ്ത്രീ പറഞ്ഞിരുന്നത് അവരുടെ ദാമ്പത്യ ബന്ധം തകർത്തത് ഈ പറയുന്ന രേണുവാണ് എന്ന രീതിയിൽ അവർ പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു, ഇതുവരെ എത്താത്ത ഒരു സ്ത്രീ ഇപ്പോഴെങ്ങനെ വന്നു എന്നുള്ളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ആ ദിവസം തന്നെയാണ് വേറൊരു വാർത്ത വന്നത്. ഈ പറയുന്ന രേണുസുധി മുമ്പ് ഒരു കല്യാണം കഴിച്ചിരുന്നു, പാസ്റ്റർ ബിനു എന്ന് പറയുന്ന ഒരാളെയാണ് കല്യാണം കഴിച്ചതെന്ന രീതിയിൽ ഒരു വാർത്ത എത്തുകയുണ്ടായി. അത് വലിയ രീതിയിൽ അങ്ങ് വൈറലായി പോയി. കാരണം ഇത് എങ്ങും ആരും പറഞ്ഞിട്ടില്ല, അറിയാത്ത ഒരാള്, ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല, വേറെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറയുന്ന ഒരാള് ഇപ്പോഴിത് അവർ കല്യാണം കഴിച്ചു എന്ന് പറയുന്നു, അതൊരു പാസ്റ്റർ ആണെന്ന് പറയുന്നു, അതൊരു ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്ന് പറയുന്നത്, കോട്ടയത്തുള്ള ഞാലിയാൻകുഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്തുള്ള വ്യക്തിയാണെന്നൊക്കെയാണ് വാർത്തകൾ വന്നത്. ഒരാൾ ഒരു കമന്റ് ഇട്ടിരുന്നു, ആ കമന്റിന്റെ ബേസിലാണ് ഇങ്ങനെ വാർത്തയായി മാറിയത്. അപ്പൊ ഈ ഒരു കാര്യത്തെ കുറിച്ച് ഈ പറയുന്ന രേണുസുധി ഒരു കാര്യം പറയുന്നുണ്ട്, അത് നിങ്ങളൊന്ന് കേട്ട് നോക്കി ആദ്യം തന്നെ. അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. ഈ കുത്തിപ്പൊക്കി ഇങ്ങനെ കമന്റും ഒക്കെ വരാൻ ഇത്രയും നാളും ഒരു വിഷയം ഇല്ലാതിരിക്കുവായിരുന്നു, മനസ്സിലായോ? ഒരു പ്രശ്നം എന്നോട് ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല, ഇതിനെപ്പറ്റി ആരും ചോദിച്ചിട്ടില്ല. എന്റെ ഭർത്താവിനുള്ള സ്നേഹം കൊണ്ട് ആ ഭർത്താവ് പറഞ്ഞ് ഞാൻ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളായിരുന്നു. ഇത്രയും നാളും ആരും ചോദിച്ചിട്ടില്ല പാസ്റ്ററിനെ കെട്ടിയോ. കാരണം എന്റെ ലൈഫിൽ എന്താണ് മുന്നമേ സംഭവിച്ചത് സുധിച്ചേട്ടനോട് ഞാൻ നല്ല ക്ലാരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അവരുടെ വീട്ടുകാരോടും പറഞ്ഞിട്ടുണ്ട്, മൂത്ത മകന് അറിവായ 12 വയസ്സുണ്ടായിരുന്നവനെന്ന് അവരോടും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിച്ചത്. പിന്നെ ഇവിടെ ആർക്കായി ഇത്ര ബുദ്ധിമുട്ട്? പാസ്റ്ററിനെ കെട്ടി അല്ല ഇപ്പൊ കെട്ടിയാലും കെട്ടില്ല, ഇവറ്റകൾക്ക് എന്താ എനിക്കറിയില്ല. എന്നോട് ആരും ഞാൻ മറച്ചു വെച്ച് എന്നോട് ആരും ഇതുവരെയായിട്ടും ആരും ചോദിച്ചില്ല. പക്ഷെ ഇന്ന് എനിക്കത് പറയേണ്ട വന്നു. എനിക്ക് നിങ്ങൾ ഈ പറയുന്ന രേണുസുധിക്ക് കള്ളത്തരം പറയേണ്ട ഒന്നും ഒരു കാര്യമില്ല. കാരണം എന്നോട് ഇതുവരെയായിട്ടും അത് ചോദിച്ചിട്ടില്ല, മനസ്സിലായോ? എന്നോട് ആരും ഇത് ചോദിച്ചില്ല. നിങ്ങളാണ് എന്റെ മുന്നിൽ വന്ന് ചോദിക്കുന്നത്. എന്ത് എന്റെ ലൈഫിൽ സംഭവിച്ചോ, പാസ്റ്റ് എന്ത് സംഭവിച്ചോ അത് ഞാൻ സുധിച്ചേട്ടനും കിച്ചുവിനും അറിവായ ഒരു 12-13 വയസ്സുള്ള കുട്ടിയല്ലേ അന്ന്, അവനോടും പറഞ്ഞിട്ടുണ്ട്. എല്ലാം ക്ലാരിഫിക്കേഷൻ, എന്റെ ലൈഫിൽ അനുഭവിച്ച ദുഃഖവും ദുരിതങ്ങൾ പറയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അനുഭവിച്ച ഒരു ലൈഫ് ഉണ്ടായിരുന്നു. അത് പറഞ്ഞാൽ അതൊരു വിവാഹം കഴിഞ്ഞ് അങ്ങ് ദാമ്പത്യത്തിലോട്ട് പോയിട്ടോ ഒന്നും ഇല്ലാത്ത ലൈഫായി. ഈ കമന്റ് ഇടുന്നവരുടെ പറയുന്നത് ഇനി കുത്തിപ്പൊക്കിയ ഇതേ ഉള്ളു എനിക്ക് മറുപടി. ഇത് ഞാൻ അറിയേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്, മനസ്സിലായോ? അറിയേണ്ടവരെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ ഭർത്താവ് പറഞ്ഞിട്ടുണ്ട് പഴയ പാസ്റ്റ് ഈസ് പാസ്റ്റ്, നീ അത് മാത്രം ചിന്തിച്ചാൽ മതി. പുറമെ നീ എന്റെ ഭാര്യയാണ്, ഞാൻ നിന്റെ ഭർത്താവ്, അത് മാത്രം പുറത്ത് പറഞ്ഞാൽ മതി. പുള്ളിക്കാരൻ അറിഞ്ഞിട്ടുണ്ട്. അയാള് ഈ പറയുന്ന വ്യക്തി പാസ്റ്റർ ഒന്നും അല്ല, എനിക്കറിയില്ല പാസ്റ്ററിനെ എന്ന് പറയുന്നത്. ഈ പറയുന്ന വ്യക്തി കല്യാണം കഴിഞ്ഞ 2 മക്കളുമായിട്ട് കുടുംബജീവിതമായിട്ട് താമസിക്കുന്ന ഞാൻ അറിഞ്ഞത്. പിന്നെ എനിക്ക് ഇതുവരെ പറയേണ്ടതായിട്ട് വന്നിട്ടില്ല. ഇത് എന്നോട് ചോദിക്കുമ്പോ എന്റെ ഭർത്താവിന് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്, പഴയത് പറയരുത്. ഇതിനകത്ത് എന്നെ ദൈവമാരി പറഞ്ഞു വെക്കുന്നു. കുറച്ച് കമന്റ് എടുത്തിട്ട് അതിന്റെ എന്താ സത്യം എന്താ ഇത് എന്നറിയാതെ എന്നെ ഇട്ട് തേജോവധം ചെയ്യുന്ന കുറെ എണ്ണം, അവരോടാണ് ഞാൻ പറയുന്നത്. നിന്റെയൊക്കെ വീട്ടിലെ ആർക്കേലും ഈ എന്തെങ്കിലും ഒരു പ്രശ്നം നീയൊക്കെ എടുത്ത് വ്ലോഗ് ആക്കുമോ? ഇത് നിന്നെയൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടു. ഇവിടെ വളരെ കൃത്യമായിട്ട് രേണു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന പാസ്റ്റർ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ പുള്ളിക്കാരിക്ക് അറിയത്തില്ലെന്ന് പറയുന്നു. പക്ഷേ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ പാസ്റ്റർ ഉണ്ടാവും. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും. അത് ഇങ്ങനെ പൊക്കി തെളിയിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനത്തെ രീതിയിൽ ആക്കിക്കൊണ്ട് അവരൊരാളെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനോട് ഒരു ഇതില്ല. അതത്ര ഒരു നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല. ഇവിടെ രേണുസുധി അനുഭവിച്ച കാര്യങ്ങൾ നല്ലതല്ലായിരുന്നു എന്ന് അവരിതിൽ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം
ഈ പറയുന്ന ഹസ്ബൻഡ് ആയിട്ടുള്ള കൊല്ലം സുധിയോട് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ മകൻ 12 വയസ്സുള്ളപ്പോഴാണ് അവരോടും പറഞ്ഞിരുന്നു എന്നും ഇവിടെ രേണു സുധി പറയുന്നുണ്ട്. അപ്പൊ അവർക്കിടയിൽ ഇല്ലാത്ത വിഷയം ഈ നാട്ടുകാർക്ക് എന്തിനാണെന്നുള്ള കാര്യം അത് ക്ലിയർ ആയല്ലോ. ആ നാട്ടുകാരെ അറിയിക്കേണ്ട, എല്ലാ കുടുംബത്തിലെ കാര്യങ്ങളും നാട്ടുകാരെ അറിയിച്ച് അങ്ങനെ അങ്ങോട്ട് പബ്ലിസിറ്റി ആക്കേണ്ട കാര്യമില്ലെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവര് ചെയ്യാഞ്ഞത്. പക്ഷെങ്കിൽ ഇനിയുമാണ് ട്വിസ്റ്റ്. ഈ കഴിഞ്ഞ ദിവസമാണ് ഈ പറയുന്ന കൊല്ലം സുധിയുടെ 2ാം ചരമവാർഷികം ആഘോഷിച്ചത്. ഈ കൊല്ലം സുധിയുടെ വീട്ടിലും ചരമവാർഷികം ആഘോഷിച്ചു. അതോടൊപ്പം തന്നെ രേണു സുധി ഇപ്പോൾ താമസിക്കുന്ന വീട്ടിലും ഈ പറയുന്ന ചരമവാർഷികം ആഘോഷിച്ചു. അപ്പോൾ അവിടേക്ക് കുറെ ആളുകൾ എത്തിയിരുന്നു, കുറെ മീഡിയക്കാർ എത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ രേണു സുധിയുടെ കൂടെ അഭിനയിക്കുന്ന ഈ ഷോർട്ട് ഫിലിമിലുകളും അതോടൊപ്പം തന്നെ റീൽസിലൊക്കെ അഭിനയിക്കുന്നവരും എത്തിയിരുന്നു. അതിന്റെ കൂടെ ഒരു വിവരദോഷി, അതായത് വിവരദോഷി എന്ന് പറയാൻ പറ്റത്തില്ല, അവൻ അങ്ങേയറ്റത്തെ വിവരദോഷിയുമാണ്. അവൻ ഈ പ്രാവശ്യത്തെ ബിഗ് ബോസിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാത്ത ഒരാളാണ് ഈ പറയുന്ന പെരേര. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ, അലൻ ജോസ് പെരേര. ഇവൻ വന്നിട്ട് ഇവിടെ ഈ ചരമവാർഷികം ആഘോഷിച്ചുകൊണ്ട് ഇരുന്നെടുത്ത് വന്ന് അവന്റെ ഒരു ഡാൻസ് കളി, ഇത് മീഡിയക്കാർ പറഞ്ഞിട്ടായിരിക്കും അവൻ ഡാൻസ് കളിച്ചത്. അവനോട് പോയാൽ ഇങ്ങനത്തെ ഓരോ കുരുത്തക്കെടുകൾ കാണിക്കുന്നുണ്ട്. അപ്പൊ അവന്റെ ആ ഡാൻസ് നിങ്ങളൊന്ന് കണ്ടു നോക്കി. മുംബൈ നാളെ റിലീസാണല്ലോ, എല്ലാരും തന്നെ തന്നെ പാടും. മുംബൈ തിയേറ്ററിൽ നാളെ ജൂൺ 6-നല്ലേ റിലീസ് അല്ലേ. പുതുവർഷം കാണാൻ കവിളേറുന്ന നാളത്തെ നേരം കേൾക്കാനും നമ്മ നേരം സിരം ഭാരത്ത് ഒരു കിടന്ന. ഇതുപോലൊരു വിവരദോഷിയാണ്. സത്യം പറഞ്ഞ ഇവനൊരു വിവരദോഷിയാണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഒരാളുടെ ഓർമ്മ ദിവസം പോയി ഇങ്ങനത്തെ ഒരു മൊണ്ണ ഡാൻസ് കളിക്കേണ്ട കാര്യം എന്താണെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല. അത് മാത്രമല്ല, ആരുടെയാണോ ഓർമ്മ ദിവസം കൊണ്ടാടുന്നത് അവരുടെ ഭാര്യയാണ് തൊട്ടടുത്ത് നിൽക്കുന്നത് ഈ രേണു കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. രേണുവിന് പറയാമായിരുന്നു, എടാ നീ ഇവിടെ നിർത്തിക്കോ, നീ ഇവിടെ വന്ന കാര്യം അത് നീ കണ്ടിട്ട് നീ പൊക്കോ, നീ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കല്ലേ എന്ന് അവന്റെ മുഖത്ത് നോക്കി പറയാമായിരുന്നു. എപ്പോഴും ഈ പറയുന്ന കൊല്ലം സുധിയെ എന്റെ സുധിച്ചേട്ടാ എന്റെ സുധിയേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവർക്ക് ഇത് പറയാൻ പാടില്ലായിരുന്നു എന്നായിരുന്നു എന്റെ ഒരു ചോദ്യം. അങ്ങനെ ചോദിക്കുന്നവരെ കുറ്റപ്പെടുത്താനായിട്ട് പറ്റത്തില്ല. കാരണം അന്നത്തെ ദിവസം ഒരു ഓർമ്മ ദിവസമാണ്. ആ ഓർമ്മ ദിവസത്തിനെ ആ രീതിക്ക് വരെ കാണണം. കാരണം കൊല്ലം സുധി മരിച്ചിട്ട് ഈ 2ാം വാർഷികമാണ്. അപ്പോൾ അതിനെ ആ ഒരു ഇതിൽ വേണം കാണാനായിട്ട്. ഏത് മനസ്സിലായല്ലോ? അല്ലാതെ ഈ പറയുന്ന വൃത്തികെട്ടവൻ അവിടെ ഡാൻസ് കളിച്ചപ്പോൾ അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയല്ല വേണ്ടത്. പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് വേറെ സ്ഥലങ്ങളുണ്ടായിരുന്നു, വേറെ ദിവസം ഉണ്ടായിരുന്നു. ഇത് ചെയ്യാൻ വേണ്ടി ഉള്ളതല്ലായിരുന്നു. പിന്നെ അവിടെ വന്നിരുന്ന മീഡിയക്കാരൊക്കെ ഇത് എടുത്തിട്ട് അങ്ങ് പബ്ലിക്കിൽ വിട്ടു. അവർക്ക് റീച്ച് ഉണ്ടാക്കിയതല്ലാതെ ഈ പറയുന്ന രേണു സുധിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് രേണു സുധി ഓർത്താക്കുള്ള. രേണു സുധി അതൊരിക്കലും അംഗീകരിച്ചു തരാനായിട്ട് പറ്റത്തില്ല. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾക്ക് കുറച്ചെങ്കിലും കോമൺ സെൻസ് ഉണ്ടായിരുന്നെങ്കിൽ അത് നിങ്ങൾ ചെയ്യത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ ഡാൻസ് കളിച്ചതിനെ കുറിച്ച് അത് തെറ്റായി പോയി, അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് ഈ പറയുന്ന അലൻ ജോസ് പെരേര വന്ന് ലൈവിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്നോട് ആരും പറഞ്ഞില്ല, ഈ പറയുന്ന കൊല്ലം സുധിയുടെ ഭാര്യ പോലും രേണു പോലും ഒരു കാര്യവും പറഞ്ഞില്ല അങ്ങനെ കളിക്കരുതെന്ന്. അത് പുള്ളി പറയുന്നുണ്ടാവും കേട്ടു. രേണു ചേച്ചി പറയാറുണ്ടായിരുന്നു, വീഡിയോ കണ്ടില്ലായിരുന്നു. അപ്പൊ രേണു ചേച്ചിക്കും പറയാറുണ്ട്, എന്റെ ഭർത്താവിന്റെ 2ാം ചരമവാർഷികമാണ്, നീ ഇത് ഇവിടെ ചെയ്യരുത് എന്ന് രേണു ചേച്ചിക്ക് പറയാറുണ്ട്. പക്ഷെ പുള്ളിക്കാരത്തിയും പറഞ്ഞില്ല. അപ്പൊ ഇവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ശരിയാ, ആരും പറഞ്ഞില്ല. ചെയ്തത് തെറ്റാണ്, തെറ്റിപ്പോയി. ആൾക്കാർ അതാണ് ഒന്നാമത്തെ. ശരിയാ, ഇപ്പൊ പറഞ്ഞ പറഞ്ഞു തരാനായിട്ട് രണ്ടു ചേച്ചിയോ മറ്റുള്ള ആൾക്കാരൊന്നും ഉണ്ടായിരുന്നെങ്കിൽ എടാ നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞെങ്കിൽ അവൻ ചെയ്യില്ലായിരുന്നു. പക്ഷെ കൂടെ ഉള്ള പോയവന്മാരും പറഞ്ഞില്ല. ഞാനുണ്ടായിരുന്നെങ്കിൽ ഇവരെ തലക്കിട്ട് 2 അടി ഞാൻ കൊടുത്തിട്ട് ഇവരെ കൊണ്ടുവന്നാണ്. കാര്യം എന്താ വെച്ചാൽ ഞാനൊരു കലാകാരനാണ്, സിനിമയിലേക്ക് കയറാൻ നിൽക്കുന്ന ഒരാളാണ്. സുധിയേട്ടൻ എന്ന് പറഞ്ഞൊരു വലിയൊരു കലാകാരനാണ്. ആ പുള്ളിയുടെ വീട്ടിൽ പോയിട്ടാണ് ഇവർ ഇങ്ങനത്തെ തെണ്ടിത്തരം കാണിച്ചത്. പക്ഷെ അത് കാണിച്ചപ്പോ പുള്ളിയുടെ വൈഫ് പുറയിലുണ്ടായിരുന്നു, പുള്ളിക്കാരത്തി കൈ അടിക്കുന്നുണ്ടായിരുന്നു. കേട്ടല്ലോ, ഈ പൊട്ടക്കുണാരൻ അവിടെ നിന്ന് ഡാൻസ് കളിച്ച സമയത്ത് രേണു അവിടെ നിന്ന് കൈയടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ കുറ്റം മൊത്തം ആ സ്ത്രീയുടെ മുകളിലായില്ലേ? നിങ്ങൾക്ക് ഒരു വർത്തമാനം പറയാമായിരുന്നല്ലോ, ഇവന്റോട് പറയാമായിരുന്നല്ലോ, ആ നിർത്തിയിട്ട് പോടാ, ഇത് ഇന്ന് എന്റെ സുധിച്ചേട്ടന്റെ ഓർമ്മ ദിവസമാണ്, ഇവിടെ നിനക്ക് ഡാൻസ് കളിക്കാനും ഇവിടെ എൻജോയ് ചെയ്യാനുള്ള ദിവസമല്ല, എനിക്ക് എന്റെ സുധിച്ചേട്ടനെ ഓർക്കുമ്പോൾ എനിക്ക് വിഷമം ഉണ്ടാകും എന്ന് മുഖത്ത് നോക്കി പറയാമായിരുന്നു. അത് പറഞ്ഞില്ല. അപ്പൊ നിങ്ങളുടെ സ്നേഹം എന്താണ് എന്നുള്ളത് ജനങ്ങൾ ചോദിക്കും. കപടമല്ലേ എന്ന് ചോദിച്ചാൽ അതിന് എന്ത് ആൻസർ നിങ്ങൾ പറയും? നിങ്ങൾ പലയിടത്തും കരയുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ പലയിടത്തും ചിരിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ടും ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിന്റെ സ്നേഹം കപടമാണ് എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മറുപടിയായിട്ട് ഈ രേണുസുധി തന്നെ വന്ന് ഒരു കാര്യം പറയുന്നുണ്ട്. എന്റെ പൊന്നു രേണുസുധി, നിങ്ങൾ ജീവിക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ഓരോ വേഷം കെട്ടുന്നുണ്ട്, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവെക്കരുത്. നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ സ്വന്തമാക്കിയ കൊല്ലം സുധിയെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു എയിം ഉണ്ട്, ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം, അത് നിങ്ങൾ കയറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് കയറാൻ വേണ്ടിയാണ് നിങ്ങൾ ഇത് കളിക്കുന്നതെങ്കിൽ അത് ഇച്ചിരി കൂടിപ്പോയി.
എന്തായാലും നിങ്ങൾ ബിഗ് ബോസിൽ ഈ പ്രാവശ്യം കാണുമെന്ന് ഏതാണ്ടൊക്കെ ഉറപ്പിക്കുന്ന രീതിയിലാണ് പോക്ക്. എന്തായാലും ഈ പറയുന്ന രേണുസുതി ഒരു ലൈവ് വന്നിട്ട് ഈ കൊല്ലസുതിയുടെ ചരമവാർഷികത്തിന്റെ അന്ന് ഞാൻ കരഞ്ഞില്ല എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ചെയ്തവർക്ക് ഒരു മറുപടിയുമായിട്ട് പുള്ളിക്കാരി വന്ന് കാര്യം പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കി. എൻ്റെ സുചേട്ടൻ്റെ ചടങ്ങിൻ്റെ വീഡിയോയ്ക്ക് അടിയിൽ കുറേ കമൻസ് കണ്ട് ഞാൻ അഭിനയിക്കുവാണ്, എൻ്റെ കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ക്യാമറാമാനെ അവിടെ ഇവിടെ നിന്ന് ഷോട്ട് എടുക്കാൻ എടുത്തത്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ അഭിനയിക്കും, ആൽബത്തിലും സിനിമയിലും അതുപോലെ ഓരോ റീൽസിലും ഒക്കെ അഭിനയിക്കും. എൻ്റെ ഹസ്ബൻഡിന്റെ കല്ലറയ്ക്ക് മുന്നിൽ എനിക്ക് അഭിനയിച്ച് നിൽക്കേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾ പറയാതെ ഗ്ലിസർ ഇട്ട് കരഞ്ഞാന്ന്, കരഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറയാൻ ഞാൻ അഭിനയിക്കും, ഒരിക്കലും കണ്ണുനീരില്ലെന്ന്. എനിക്കെന്തിനാണ് എൻ്റെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധിപ്പിക്കുന്നത്? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്, എനിക്ക് അവരുടെ സ്നേഹം മാത്രം മതി. കേട്ടല്ലോ, നിങ്ങളുടെ ഈ നെഗറ്റീവ് കമന്റ്സോ നിങ്ങളുടെ ഈ നെഗറ്റീവ് റിയാക്ഷൻസ് വീഡിയോ ഒന്നും കണ്ട് തളരുന്നവളല്ല രേണുസുതി. മനസ്സിലായോ? എനിക്ക് സങ്കടമില്ല സുചേട്ടൻ മരിച്ചത്, എന്ത് സങ്കടമില്ലെന്ന്. ചടങ്ങ്, കല്ലറയിലെ ചടങ്ങും വീട്ടിലെ ചടങ്ങ് കഴിഞ്ഞാൽ ആ ചടങ്ങ് കഴിഞ്ഞു. അന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടമില്ല, സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണോ? എൻ്റെ സഹപ്രവർത്തകരും എൻ്റെ കുടുംബക്കാരുമായിട്ട് എനിക്കൊന്ന് ചിരിക്കാൻ പാടില്ലേ? എനിക്ക് ചിരിക്കാൻ വിലക്കുണ്ടോ ഈ ലോകത്തിൽ? എനിക്ക് മാത്രം നഷ്ടമില്ല. ഇത്ര ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഈ ഒരു രീതിയിലേക്ക് കൊണ്ടെത്തിച്ചത് ഈ രേണുസുതി തന്നെയാണ്. നിങ്ങൾ തന്നെയാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആക്കി വെച്ചത്. ഇല്ലായിരുന്നെങ്കിൽ മാന്യമായി ചരമവാർഷികം നടത്തി അതിന്റെ ഗൗരവത്തോടു കൂടി കണ്ട് അത് അവസാനിപ്പിക്കാമായിരുന്നു, അല്ലേ? ചെയ്യാമായിരുന്നു. ഞാൻ നിങ്ങളെ കുറെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം തന്നെ കുറെ വിമർശിച്ചിട്ടുമുണ്ട്. ഇതെനിക്ക് ഒട്ടും അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇതൊരു വിമർശന വീഡിയോ ആയെന്ന് മാത്രം കരുതിയാൽ മതി. അതും ഹെൽത്തി ആയിട്ടുള്ള ഒരു വിമർശന വീഡിയോ. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുക. ഉറപ്പായിട്ടും നിങ്ങൾ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ റീൽസുകളിലൂടെ ഇതാക്കുന്നു, ഇന്റർവ്യൂകൾ കൊടുക്കുന്നു, എല്ലാം ശരിയാണോ? എല്ലാം നിങ്ങൾ ജീവിക്കാൻ വേണ്ടിയാണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്കും ജീവിക്കണ്ടേ? അല്ല ഈ പറയുന്ന കമന്റ് ഇടുന്നവരാരും നിങ്ങൾക്ക് ഒരു നേരത്തെ ആഹാരം മേടിച്ചു തരത്തില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷെങ്കിൽ നിങ്ങളുടെ ഒരു നിലവാരം വിട്ടിട്ടുള്ള ഒരു കളികള് നിങ്ങൾ ചെയ്യരുത്. അത് നിങ്ങൾക്ക് തന്നെ ഒരു ആപത്താണ് എന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഈ പറയുന്ന കൊല്ലം സുധിയുടെ മകൻ വന്നിട്ട് ഈ കൊല്ലം സുധിക്കെതിരെ നടക്കുന്ന കുറെ ഇതുണ്ട്, കുറെ ചർച്ചകളുണ്ട്, കുറെ ഇന്റർവ്യൂകളുണ്ട്. അതോടൊപ്പം തന്നെ കൊല്ലം സുധിയെ ഇപ്പോൾ ഒരു കോഴിയാക്കി മാറ്റി. അദ്ദേഹം മരിച്ചു പോയിട്ടും അദ്ദേഹത്തെ ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ചില വിവാദങ്ങളുണ്ട്. എസ്പെഷ്യലി പറയുകയാണെങ്കിൽ ഇപ്പൊ പറയുന്ന രണ്ടാമത്തെ ഭാര്യയായിട്ടുള്ള വീണ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇതിനൊക്കെ മറുപടിയായിട്ട് ഈ പറയുന്ന കിച്ചു ഒരു മറുപടി പറയുന്നുണ്ട്. ലൈവിൽ തന്നെയാണ് പറയുന്നത്. ക്വസ്റ്റ്യന്, ആൾക്കാർ ചോദിച്ച ക്വസ്റ്റ്യന് Q&Aക്കുള്ള മറുപടിയായിട്ടാണ് അവൻ അത് പറയുന്നത്. എന്തായാലും കുട്ടി പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേട്ടു നോക്കി. ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂസ് കുറെ സുധിച്ചേട്ടനെ കുറിച്ച് ന്യൂസ് വരുന്നുണ്ട്. അതിനോട് കിച്ചു എന്താണ് പറയാനുള്ളത്? ഒന്നും കണ്ട് തളരരുത്, മുന്നോട്ട് തന്നെ പോകൂ. അച്ഛൻ്റെ കുറേ ന്യൂസ് എല്ലാവരും ഇപ്പോൾ കേട്ട് കാണും. എനിക്കറിയാനുള്ളത്, എനിക്കറിയാം എൻ്റെ അച്ഛന്, പിന്നെ അച്ഛനെ അറിയാവുന്നവർക്കും അറിയാം അച്ഛന്. അത്രേ ഉള്ളൂ. എനിക്കിപ്പം ആ ഒരു ഇൻ്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പൊക്കി ഒരു സംഭവമാക്കണമെന്ന് എനിക്കില്ല. അതുകൊണ്ട് ഞാൻ അതെന്താണെന്ന് വെച്ചാൽ അതുപോലെ പോട്ട്. അച്ഛനറിയാവുന്നവർ പറയട്ടെ, അത് തന്നെ അറിയാലോ ആരാന്ന്. പുള്ളി അറിയാവുന്നവർക്ക് പുള്ളി അറിയാം, പുള്ളി അങ്ങനെ ആയിരുന്നെന്നും എല്ലാവർക്കും അറിയാം. കേട്ടല്ലോ, പറയുന്നവർ പറയട്ടെ, പുള്ളി അറിയാവുന്നവർക്ക് അറിയാം. ഇത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. പുള്ളിയെ അറിയാവുന്നവർക്ക് അറിയാം. പറയുന്നവരും കമന്റ് ഇട്ട് തള്ളുന്നവരും ഒരു സൈഡിൽ ഇരുന്ന് തള്ളിക്കൊണ്ടേ ഇരിക്കുക. ഈ പറയുന്ന കൊല്ലം സുധിയെ അറിയാവുന്നവർക്ക് അറിയാം. അദ്ദേഹത്തെ മരിച്ചു പോയിട്ട് എന്തൊക്കെയാണ് അപവാദം പറഞ്ഞുണ്ടാക്കിയെന്ന് അറിയാമോ? ഈ വീണ എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്ന് കാര്യങ്ങൾ പറഞ്ഞതോടുകൂടി തന്നെ ഏറ്റവും കൂടുതൽ അത് ബാധിച്ചത് ഈ പറയുന്ന കൊല്ലം സുധിയാണ്. കൊല്ലം സുധിയെ മോശക്കാരനാക്കിയതിൽ ഒരു കയ്യും കണക്കുമില്ല, അതുപോലെ ആക്കി. ഒരു സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ രേണുസുധിയിലൂടെ കൊല്ലം സുധിക്ക് എന്താ പറയാ നെഗറ്റീവ് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരാൾ വന്ന് അപ്പോൾ തന്നെ വന്ന് ഞങ്ങൾ തമ്മിലൊരു ഇതുണ്ടായിരുന്നു, അതിന്റെ ഇടയിൽ ഈ പറയുന്ന രേണുസുധി കയറി വന്ന് അങ്ങനെയൊക്കെ ആക്കി ഇങ്ങനെയൊക്കെ ആക്കി എന്നൊക്കെ പറഞ്ഞ് അതൊരു വലിയ വിഷയമായി മാറിയിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾ ചിന്തിച്ചോണം. അപ്പോൾ തന്നെ കമന്റ് ബോക്സ് നിറഞ്ഞു ഈ പറയുന്ന കൊല്ലം സുധിയെ കുറിച്ച് അധിക്ഷേപിച്ചുകൊണ്ടുള്ള കമന്റുകൾ. ഇതൊക്കെ വളരെ മോശമാണ്. ഇവിടെ ഈ മകൻ പറഞ്ഞ പോലെ തന്നെ കൊല്ലം സുധിയെ അറിയാവുന്നവർക്ക് അറിയാം അദ്ദേഹം ആരാണെന്ന്. അത് ഉള്ള കാര്യം തന്നെയാണ്. പിന്നെ ഈ റീച്ചിന് വേണ്ടി ഈ പറയുന്ന രേണു കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ ഒന്ന് ഒതുക്കി നിങ്ങൾ ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണെങ്കിൽ അത് മാത്രം ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുക. നിങ്ങൾ റീൽസ് ചെയ്തു, അതോടൊപ്പം തന്നെ നിങ്ങൾ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചും നാടകത്തിൽ അഭിനയിച്ചും സിനിമയിൽ അഭിനയിച്ചും നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് വിജയം നേടും. അല്ലാതെ ഇതുപോലുള്ള പിന്നെ കോപ്രായങ്ങൾക്കൊന്നും ഇടവെച്ച് കൊടുക്കരുത്. പ്രത്യേകിച്ച് ഈ അലൻ ജോസ് പെരേരയെ പോലുള്ള നാടുകളെ ഒന്നും ഇങ്ങനത്തെയുള്ള ഫംഗ്ഷനൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അവനെ ഡാൻസിനൊന്നും അനുവദിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നുന്നു? നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ മസ്റ്റ് കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.